ജീവിതത്തിൽ ഇതുവരെ ഹോളി ആഘോഷിക്കാത്ത ഞാൻ ഉദയ്പൂർ പോയി ഹോളി എക്സ്പീരിയൻസ് ചെയ്ത വീഡിയോ ആണിത്. ഹോളി മാത്രമല്ല, ഹോളിക്ക ദഹനം കൂടി എങ്ങനെയാണെന്ന് എൻ്റെ ഈ യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഹോളിക്ക എന്ന് പറയുന്നത് ഹിന്ദു പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി അതിനെ കത്തിക്കുന്നതാണ് ചടങ്ങ്. ഹോളിയുടെ തലേ ദിവസമാണ് ഹോളിക്ക ദഹനം നടത്താറുള്ളത്. ഹോളിക്കയെ കത്തിക്കുന്ന ചടങ്ങ് എല്ലാ തെരുവിലും ഉണ്ട്. പോകുന്ന വഴി അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഉദയ്പൂർ താമസിച്ചിരുന്ന സ്ഥലത്തെ ആളുകൾ പറഞ്ഞതനുസരിച്ച് ഉദയ്പൂരിലെ തന്നെ വലിയ ഹോളിക്ക ദഹനം നടത്തുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഉണങ്ങിയ പുല്ലുകൊണ്ടും വിറകുകൊണ്ടും ഒക്കെ വെച്ച് ഒരു പ്രത്യേക രൂപത്തിലാണ് ഹോളിക്ക ഉണ്ടാക്കുന്നത്. എന്നിട്ട് സമയമാകുമ്പോൾ അത് കത്തിക്കും. അതാണ് ഹോളിക്ക ദഹനിലെ ചടങ്ങ്. ഇത്രയും കാണാനാണ് ഈ ജനങ്ങളും ഞാനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത്. കത്തിക്കുന്നത് വരെയും അത് കഴിഞ്ഞുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക്കും ഡാൻസും അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസും എല്ലാം ഇവിടെയുണ്ട്. കത്തിക്കാനുള്ള സമയമായപ്പോൾ ആരൊക്കെയോ വന്ന് കുറച്ച് നേരം കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ പൂജകൾ ചെയ്തു. എന്നിട്ട് ഹോളികയെ തീ കൊളുത്തി. കത്തിക്കൊണ്ടിരിക്കുന്ന സമയം ചില ആളുകൾ എന്തൊക്കെയോ അതിൽ കൊണ്ട് ഇടുന്നത് കണ്ടു. അതെന്തായെന്ന് തിരക്കിയപ്പോൾ ഹോളിക്ക ദഹൻ സമയത്ത് ആളുകൾ വീട്ടിലുള്ള വിറക്, ഉണങ്ങിയ ചാണക പിണ്ണാക്ക്, തേങ്ങ, ഗോതമ്പ്, ധാന്യങ്ങൾ എന്നിവ അഗ്നിയിൽ അർപ്പിച്ച് അനുഗ്രഹവും ശുദ്ധീകരണവും തേടുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഹോളിക്ക ദഹനം കഴിഞ്ഞു. ഇനി ഹോളിയാണ്. നാളെ ഉദയ്പൂരിൽ എല്ലായിടത്തും മുടക്കാണ്. വൈകുന്നേരം 3 മണി കഴിഞ്ഞ് മാത്രമേ കടകളൊക്കെ തുറക്കുള്ളൂ. നാളത്തെ ഹോളി എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയോടെ തന്നെ ഞാൻ കാത്തിരുന്നു.